വിശുദ്ധ ബൈബിളിൽ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ബൈബിൾ വ്യക്തമാക്കുന്നു. ആത്മാവിൻ്റെ വരങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മീക വരങ്ങൾ, ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളിൽ ഗിഫ്റ്റ് എന്ന വാക്കിന് വരം എന്നല്ല ട്രാൻസ്ലേഷൻ വരേണ്ടത്. ഗിഫ്റ്റ് എന്ന വാക്കിന് ദാനം എന്നാണ് വരുന്നത്. അപ്പോൾ കൃപാദാനം, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ, അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളിൽ ഒരു ഗിഫ്റ്റെങ്കിലും നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിട്ടാൽ അത് ലക്ഷോപലക്ഷം ജനങ്ങളെ വിടുവിച്ചെടുക്കുന്നതിന് കാരണമായി തീരും. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ നമ്മിലേക്ക് വരുന്നത്? നിങ്ങൾ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിന്റെ എക്സ്പാൻഷന് വേണ്ടി, ഇതെല്ലാം ഈ കൃപാദാനങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിന്റെ രാജ്യത്തിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:1 ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ, and desire spiritual gift, but rather than you may prophesy, desire spiritual gift. ആത്മീക വരങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുവാൻ ബൈബിൾ നമുക്ക് ഉപദേശം നൽകുന്നു. നിലയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വാഞ്ചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ദാഹിക്കുന്നവരിലേക്ക് ഒഴുകുവാനിടയായി. യേശുവും ഇത് തന്നെയാണ് പറഞ്ഞത്. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 7:37, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു യേശു പറഞ്ഞത്. അപ്പോൾ ഇത് ആഗ്രഹിക്കാത്തവരുടെ മേളിൽ വരുന്നില്ല, ഇത് ദാഹിക്കാത്തവരിലേക്ക് ഒഴുകുന്നില്ല. നിങ്ങൾ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ഈ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 1-ാമത്തെ വാക്യം നോക്കി. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. നിങ്ങൾ ഇഗ്നോറന്റ് ആയിരിക്കരുത്. ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാരും പറഞ്ഞ ആത്മീക വരങ്ങളെ കുറിച്ച് അറിയണം. അപ്പൊ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം, നിങ്ങളത് സ്വീകരിക്കുന്നവരായിരിക്കണം. ഇത് 2 രീതിയിൽ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്പർ 1 ഈസ് റിലേറ്റഡ് ടു ഇംപാർട്ടേഷൻ. നമ്പർ 2, some gifts are implanted. Imparted and implanted. ജ്ഞാനിയോട് കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകും. The right association, the right connection, ആ കൃത്യമായ അസോസിയേഷൻ, കൃത്യമായ കണക്ഷൻ നിങ്ങളിലേക്ക് ഇംപാർട്ടേഷനെ കൊണ്ടുവരും. മോശയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത ജോഷുവയിലേക്കാണ് മോശയുടെ മേലുള്ള ഇംപാർട്ടേഷൻ, അനോയിന്റിങ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. വിതൗട്ട് മോസസ് there is not Joshua. Without Eli, priest Eli, there is not Samuel. അത് സാമുവേലിന്റെ അമ്മയായ ഹന്നായിക്ക് അറിയായിരുന്നു. ഹന്നായിക്ക് ദൈവം പ്രാർത്ഥിച്ചു കൊടുത്ത തലമുറയാണ് സാമുവേൽ. ഹന്നായിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മകൻ സാമുവേൽ ദൈവരാജ്യത്തിൽ യഹോവയുടെ സന്നിധിയിൽ പ്രയോജനപ്പെടുന്നവനായി തീരണം. അപ്പോൾ ഹന്ന ചെയ്തത് സാമുവേലിനെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കൊണ്ട് ചേർക്കുവല്ല, സാമുവേലിനെ മറ്റേതെങ്കിലും പരീക്ഷന്മാർ അടുക്കൽ കൊണ്ട് വിടുകയല്ല, സാമുവേലിനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു.
സാമുവേൽ രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. പക്ഷെ സാമുവേലിന് അറിഞ്ഞുകൂടായിരുന്നു അത് യഹോവയുടെ ശബ്ദമാണെന്ന്. കാരണം സാമുവേൽ യഹോവയുടെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പോൾ സാമുവേലിന് അത് ചോദിക്കാൻ, ഒരു മെന്റർഷിപ്പ് കൊടുക്കാൻ, ദൈവശബ്ദത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളുമായി സാമുവേൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാമുവേൽ ഇത് ആരോട് ചോദിക്കും? ഇതാരോട് ചോദിക്കും? ദൈവത്തിന്റെ കൃപാദാനങ്ങളെയും കൃപാവരങ്ങളെയും ദൈവം പകർന്നിരിക്കുന്ന ദൈവം ആ നിലയിൽ ഉപയോഗിക്കുന്നവരോട് വേണം ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ. സാമുവേൽ ഏലി പുരോഹിതനോട് പറയുന്നു, ഞാനൊരു വോയിസ് കേട്ടു, ഞാനൊരു ശബ്ദം കേട്ടു. അപ്പൊ ഏലിക്ക് മനസ്സിലായി മിഡ് നൈറ്റിൽ, അർദ്ധരാത്രിയിൽ, പ്രത്യേകിച്ച് ആ റൂമിനകത്ത് ദൈവം ഏലിയോട് സംസാരിക്കുവാൻ ഇറങ്ങി വരുന്ന ഇടമായിരുന്നു അത്. പക്ഷെ അന്ന് നൈറ്റിൽ ഏലി അവിടെ ഇല്ലായിരുന്നു. But there is Samuel. അപ്പൊ ഏലി പറയുന്നു, ഇനി ആ വോയിസ് കേട്ടാൽ, അങ്ങനെ ആ വോയിസ് കേട്ടാൽ, കാരണം ദൈവം എപ്പോഴും ഒരാളെ വിളിക്കുമ്പോൾ അവരുടെ പേരാണ് വിളിക്കുന്നത്. ഏലിയോട് സാമുവേൽ ചെന്ന് പറഞ്ഞത്, എന്നെ യജമാനൻ എന്നെ വിളിച്ചായിരുന്നോ എന്നാണ്. അപ്പൊ ഉറങ്ങിക്കിടന്ന ഏലി പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിളിച്ചില്ല. അല്ല, എന്നെ 2 തവണ എന്റെ പേര് വിളിച്ചു. അപ്പൊ ഏലിക്ക് മനസ്സിലായി, പേര് വിളിച്ചെങ്കിൽ ദൈവമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചാൽ ഏബ്രഹാം, ദൈവം സാമുവേലിനെ വിളിച്ചാൽ സാമുവേൽ, ദൈവം മോശയെ വിളിച്ചാൽ മോസസ്. The name is important. ദൈവം സാമുവേലിനെ വിളിച്ചു. സാമുവേൽ ഏലിയോട് ഇത് പറയുമ്പോൾ ഏലി പറഞ്ഞു, ഇനി നീ ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ യഹോവ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. സാമുവേൽ അത് ചെയ്തു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു മെന്റർഷിപ്പ് കൊടുക്കാൻ ഒരു spiritual covering, that is a spiritual covering. I completely believing the spiritual covering. ആ ഒരു spiritual covering സാമുവേലിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് സാമുവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടതും ദൈവത്തിന്റെ പ്രൊഫറ്റായി. ദൈവത്തിന്റെ ഭയങ്കര ഗ്രേസ് ആണ് സാമുവേലിന്റെ മേളിൽ വന്നത്. എത്ര സാമുവേൽ അനോയിന്റ് ചെയ്തവരാരും രാജാക്കന്മാരായിരുന്നില്ല. പക്ഷെ സാമുവേൽ അഭിഷേകം ചെയ്തവർ രാജാക്കന്മാരായി മാറി. സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവായിരുന്നില്ല. സാമുവേൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ടും ദാവീദ് രാജാവായില്ല. പക്ഷേ സാമുവേൽ അഭിഷേകം ചെയ്ത കാരണം കൊണ്ട് ദാവീദിന് രാജാവാകാതിരിക്കാൻ പറ്റത്തില്ല. Without Eli there is no Samuel. Without Moses there is no Joshua. The Bible. ഈ നമുക്കറിയാം, ദാവീദിനെ ദൈവം കണ്ട മനുഷ്യനാ, അല്ലേ? ദൈവം കണ്ടിരുന്ന ആളല്ലേ ദാവീദ്? പക്ഷേ ദാവീദിനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ, ദൈവത്തിന് അഭിഷേകം ചെയ്യാൻ ദൈവം ഇടപെടുന്നത് സാമുവേലിനോടാണ്. സാമുവേൽ ഇശായിയുടെ ഭവനത്തിൽ വരുന്നു. ഇശായിയുടെ ഭവനത്തിൽ വന്ന് ഇശായോട് ചോദിക്കുന്നു. ഇശായി തന്റെ മക്കളുമാരെ 7 പേരെയും നിരത്തി നിർത്തുന്നു. ആ സമയത്ത് ദാവീദ് അവിടെ ഇല്ല, ദാവീദ് കാട്ടിലാണ്. അപ്പോൾ സാമുവേൽ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ വീട്ടിനകത്ത്? അപ്പോൾ ഇശായി പറയുന്നു, ഒരുത്തൻ ഉണ്ടവൻ വനത്തിലാണ്, കാട്ടിലാണ്, അവനെ വിളിപ്പി, call him, because he is a prophet. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രൊഫറ്റ് ചോദിച്ചതിന്റെ കാരണം സ്പിരിറ്റ് റിലത്തിൽ സാമുവേലിന് മനസ്സിലായി, ഇനി ആരോ ഒരാളൂടെ ഉണ്ട്. ദാവീദിനെ വിളിച്ചു. സാമുവേൽ ദാവീദിനെ തൈലക്കൊമ്പെടുത്ത് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ വന്നു. നമ്മിലേക്ക് ദൈവം ഒരു അഭിഷേകത്തെ കൊണ്ടുവരുവാൻ, നമ്മിലേക്ക് ദൈവം ഒരു ഗിഫ്റ്റിനെ പകരാൻ നമുക്ക് മുൻപേ ഇത് മറ്റാരെയോ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. I completely believe that. ഈ ഗ്രേസ്, ഈ ഗിഫ്റ്റ്, ഇത് ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അങ്ങ് ജെറുസലേമിൽ, ഇസ്രായേലിൽ, മർക്കോസിന്റെ മാളിക മുറിയിൽ
വെളിപ്പെട്ട് ഇറങ്ങി വന്ന 2020 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ടു വന്ന ശക്തിയല്ലേ. ഇത് ഇമ്പാർട്ട് ചെയ്ത് പകരപ്പെട്ട് വ്യാപരിച്ച് ഇന്നും ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച് ഇതിന്ന് ലോകം മുഴുവൻ കത്തിപ്പിടിക്കുകയല്ലേ. ദാവീദിന്റെ കൂടെ കടഭാരമുള്ളവർ, ഞെരുക്കമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ ദാവീദ് അഭിഷിക്തനായി മാറിക്കഴിഞ്ഞപ്പോൾ അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ കൂടെ കൂടി. 1 ശമൂവേൽ 22:1-2 വാക്യങ്ങൾ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനും ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോട് കൂടെ ഏകദേശം 400 പേർ. അഭിഷിക്തന്റെ കൂടെ പറഞ്ഞ അഭിഷിക്തനായ ദാവീദിന്റെ കൂടെ 400 പേർ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്ത 400 പേർക്ക് അവർ കടമുള്ളവരായിരുന്നു, സന്തോഷമില്ലാത്തവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു. പക്ഷെ അവർ അസോസിയേറ്റ് ചെയ്തത് ഒരു അനോയിന്റഡ് സെർവന്റിന്റെ കൂടെയാണ്. അസോസിയേറ്റഡ് with a mighty man of God, anointed servant of the Lord. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ, 2 years കഴിഞ്ഞപ്പോൾ, 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ അദുല്ലാം ഗുഹയിൽ ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവരാണിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ ഈ 400 പേര്, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, ഈ 400 പേർ വീരന്മാരായി മാറി. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ വില്ലാളികളും വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും കല്ലെടുത്തെറിയുന്നവരായിരുന്നു. അവർ വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും എറിയുന്നവരായിരുന്നു. ഈ എറിയുടെ ഗ്രേസ് ആർക്കാ ഉള്ളേ? ദാവീദിന്റെ കൂടെ കൂടിയവരെല്ലാം എറിയുന്നവന്മാരായി. അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്നവരായി. ദാവീദിന്റെ മേളിൽ എന്ത് ഗ്രേസ് ആണോ ദൈവം ഇട്ടിരുന്നത്, അതേ ഗ്രേസ് ഈ തകർന്ന് തരിപ്പണമായ ജീവിതത്തിന് ഒരു പ്രതീക്ഷയില്ലാത്ത ഈ വ്യക്തിത്വങ്ങളിൽ വ്യാപരിച്ചു. അവരെല്ലാം വീരപുരുഷന്മാരായി മാറി. നിങ്ങൾ ഒരു പക്ഷെ തകർന്ന വ്യക്തിയായിരിക്കും, നിങ്ങൾ ഒരു കഴിവില്ലാത്ത ആളായിരിക്കും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആളായിരിക്കും, നിങ്ങളൊരു റിജക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു അനോയിന്റഡ് കവറിങ്ങിൽ കയറിയാൽ നിങ്ങളെ വീരപുരുഷന്മാരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിങ്ങളൊരു അനോയിന്റഡ് കവറിങ്ങിൽ കയറിയാൽ God will change it your lifestyle. God will change it your living style. God will change it your way of talking, way of behaving. Hey, hallelujah. സാമുവേൽ ഇല്ലാതെ ദാവീദില്ല. ദാവീദില്ലാതെ ഈ 400 വീരപുരുഷന്മാരില്ല. ഏലിയാവില്ലാതെ എലീഷ ഇല്ല. എലീഷ ഒരു കൃഷിക്കാരനായിരുന്നു പാസ്റ്റർ. Was a farmer. 12 കാളയെ എലീഷ ഉഴവിച്ചുകൊണ്ടിരിക്കുന്ന വയലിൽ നിന്ന് കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് ദൈവനിയോഗത്തിൽ എലീഷയുടെ അടുക്കൽ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ട് ആ പ്രൊഫറ്റിക് കവറിങ്ങിനകത്ത് എലീഷയെ കയറ്റുന്നത്. That farmer became a great prophet of nation. Because of that spiritual covering, because of that anointing. യേശു ക്രിസ്തു എന്ന അഭിഷിക്തനില്ലാതെ 12 അപ്പോസ്തലന്മാരില്ല. യേശു ഒരു വീട്ടിൽ മരിച്ച ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കാനായി കയറുമ്പോൾ കർത്താവ് വാതിലടച്ചു. അകത്ത് നിന്ന് കരയുന്നവരെ എല്ലാം വെളിയിലിറക്കി. എന്നിട്ടാണ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് യേശു ഉയർപ്പിക്കുന്നത്. പത്രോസിന്റെ കാലം വന്നപ്പോൾ, പീറ്ററിന്റെ ടൈം വന്നപ്പോൾ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നൊരു പെൺകുട്ടിയെ
പത്രോസ് ആ മരിച്ചുപോയ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അകത്ത് നിന്ന് കരയുന്നവരെയും വിലപിക്കുന്നവരെയും മുഴുവൻ ആളുകളെയും വെളിയിലിറക്കി കഥ കടച്ച് പ്രാർത്ഥിച്ചാണ് ആ കൊച്ചിനെ ഉയർപ്പിക്കുന്നത്. ഇത് പത്രോസ് ആരുടെ കൂടെ നിന്ന് കണ്ടുപഠിച്ചതാ? നിങ്ങൾ ഒരു അനോയിന്റഡ് പേഴ്സണോട് കൂടെ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രി ലെവൽ ദൈവം ചേഞ്ച് ചെയ്യും. പൗലോസായി മാറിയ ശൗൽ ദൈവം കണ്ട മനുഷ്യനാണ്. ദൈവം നേരിട്ട് പിടിച്ച ആളാണ്, ഡയറക്ട്ലി. പക്ഷെ എങ്കിലും അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അനനിയാസിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, അനനിയാസേ, നീ വേഗത്തിൽ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ അടുത്ത് ചെല്ലണം. എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരുത്തനകത്ത് കിടപ്പുണ്ട്. അനന്യാസെ, നിന്നെ കൂടാതെ ഒരു ശൗൽ പൗലോസ് ആകുന്നില്ല. പൗലോസെ, അങ്ങേ കൂടാതെ തിമോത്തി അങ്ങയുടെ അപ്പോസ്തലനായി ശുശ്രൂഷകനായി തീരുന്നില്ല. വിതൗട്ട് അനനിയാസ് there is not Paul. Without Paul there is not Timothy. I believe in impartation. Amen. Hallelujah. ഇത് impartation ആണ്. എന്നാൽ ഇംപ്ലാന്റേഷൻ ഉണ്ട്. അത് മോശയിൽ ഞാൻ അത് കാണുന്നു. ജെറമായ ആരുടെയും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടല്ല ജെറമായ പ്രൊഫറ്റ് ആയത്. നോ. ജെറമയായുടെ പുസ്തകത്തിൽ ജെറമയ ചാപ്റ്റർ 1 ഒന്നാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ കണ്ടു. നീ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ നീ മാംസകഷ്ണമായിരിക്കുമ്പോഴേ നീ പ്രൊഫറ്റ് ആണ്. That is implantation. പക്ഷെ ആമോസ് പറയുന്നു ഞാൻ പ്രവാചകനും അല്ലായിരുന്നു, പ്രവാചക ശിഷ്യനും അല്ലായിരുന്നു, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും. ഞാൻ പ്രൊഫറ്റ് അല്ലായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ പ്രൊഫറ്റായി. ഇംപാർട്ടേഷൻ. റോമർ 1:11 For I long to see you that I may impart unto you unto you some spiritual gift. Spiritual gift transfer ചെയ്യപ്പെടും. Amen. Yes. 1 തീമോഥെയോസ് 4:14 മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം. അപ്പോൾ പ്രൊഫറ്റിക് ഗ്രേസ്, അപ്പോസ്തലനായ പൗലോസ്, ഈ അപ്പോസ്തോലിക് മിനിസ്ട്രി ഈസ് എ ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി. 5 ഇനം ശുശ്രൂഷകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ദൈവിക വിളിയാണ് അപ്പോസ്തോലിക്. ദൈവം തന്റെ സഭയെ, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും അപ്പോസ്റ്റോൾസ് ആയിരുന്നു. പീറ്റർ, ജെയിംസ്, ജോൺ, എവരിവൺ. എങ്ങനെയാണ് അപ്പോസ്തലനെ അറിയുവാൻ കഴിയുന്നത്? 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തിയാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്നല്ലോ. ദൈവത്തിന്റെ വചനത്തെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്നത് അപ്പോസ്തലൻ എന്നാണ്. ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നൽകിയിരിക്കുന്നു. ഇതെല്ലാം നാം അവന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടാകുന്നു. ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ അപ്പോസ്തോലിക് ഗ്രേസിൽ 5 ഓഫീസുകളാണ്. അതിൽ ഒരു ഓഫീസാണ് പ്രൊഫറ്റിക്. അതിൽ ഒരു ഓഫീസാണ് ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്ററിംഗ്, ടീച്ചിങ്. അപ്പൊ തന്റെ മേളിൽ ആ പ്രൊഫറ്റിക് ഗ്രേസ് ഉണ്ട്. അതാണ് ഇപ്പൊ വായിച്ച വാക്യത്തിൽ 1 തിമോത്തി 4:14 തിമോത്തിയോട് പോൾ പറയുന്നത്, കൈവപ്പോട് കൂടെ. അപ്പൊ കൈവച്ചപ്പോ നിനക്ക് എന്ത് കിട്ടി? ആ കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24-25 വാക്യത്തിലേക്ക് വരുമ്പോൾ,
ആ സ്പിരിറ്റ് എടുത്ത് 70 പുരുഷന്മാരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. അപ്പം മോശ വിചാരിച്ച കൊടുക്കാൻ പറ്റും ഇത്. ആ സ്പിരിറ്റ് അവരുടെ മേൽ വന്നപ്പോൾ അവർ പ്രവചിച്ചു. ബിക്കോസ് മോസസ് ഈസ് എ പ്രൊഫറ്റ്. ആവർത്തനം 34:9 വാക്യം. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ഈ ജോഷയുടെ മേളിൽ ഇടയ്ക്കിടയ്ക്ക് മോശ കൊണ്ട് കൈവെക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഗ്രേസ് അവനിൽ ഇമ്പാർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ വായിച്ച സ്പിരിച്വൽ ഗിഫ്റ്റില് പക്ഷേ ഈ സ്പിരിച്വൽ ഗിഫ്റ്റിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇമ്പാർട്ടേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഇതില് ഈ ദൈവം ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ ബൈബിൾ പറയുന്നു, റോമൻസ് ചാപ്റ്റർ 11:29, ദൈവം കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ഫോർ ദ ഗിഫ്റ്റ്സ് ആൻഡ് കോളിംഗ് ഓഫ് ഗോഡ് ആർ വിത്തൗട്ട് റിപ്പൻറ്റൻസ്. ദൈവം ഒരിക്കലും കൃപാദാനങ്ങളെ കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവം ഒരാൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്താൽ ആ ഗിഫ്റ്റ് അവരിലുണ്ട്. Listen to me, this is a gift. Healing ministry is a gift. 1 Corinthians 12:8 വാക്യം. But the manifestation of the Spirit is given to every man to profit withal. ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തൻ അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം. പരിശുദ്ധാത്മാവിന്റെ 9 ഗിഫ്റ്റുകൾ കാണാൻ കഴിയുന്നു. നമ്പർ 1 വേർഡ് ഓഫ് വിസ്ഡം, നമ്പർ 2 വേർഡ് ഓഫ് നോളജ്, number 3 faith, number 5 working miracle, number 6 prophecy, number 7 discerning of spirit, number 8 kinds of tongues, number 9 interpretation of tongue. ഈ 9 കൃപാദാനങ്ങളെ ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 2:5 പൗലോസ് പറയുന്നു, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. Power demonstration. Hallelujah. Power demonstration. Hallelujah. ഈ 9 കൃപാദാനങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുവാണ്. നമ്പർ 1 റെവലേഷൻ ഗിഫ്റ്റ്. Revelations gift. The second category is power gift. Power gifts. Number 3 vocal gifts. Revelation gift ആണ്, revelation ആണ് word of wisdom, word of knowledge and discerning your spirit. Revelation gift ആണ് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. ഇത് 3 revelations ആണ്. God is revealing to you. The second category is power gifts. Power, ശക്തിയുടെ കൃപാദാനങ്ങൾ. Faith, വിശ്വാസം. Number 2 gift of healings, രോഗശാന്തിയുടെ gift. Number 3 working of miracle, വീര്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള gift. That is a power gift. ഈ healing അതൊരു പവർ മാനിഫെസ്റ്റേഷൻ ആണ്. വിശ്വാസം എന്ന് പറയുന്നത് that is amazing. അതൊരു ഭയങ്കര ശക്തി തന്നെയാണ്. മിറക്കിൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവശക്തിയാൽ സംഭവിക്കുന്നതാണ്. It's a power gift. Because the prophet is a mouth of God, but is an apostle is a hand of God. പ്രവാചകൻ ദൈവത്തിന്റെ വായാണ്, അപ്പോസ്തലൻ ദൈവത്തിന്റെ കരമാണ്. Number 3 the main category vocal gift. vocal ശബ്ദം, അതിനകത്ത് വോയിസിനാണ് പ്രാധാന്യം. വാ തുറന്നാൽ മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, വിവിധ തരത്തിലുള്ള ഭാഷകൾ. നമ്പർ 2 ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, അന്യഭാഷയുടെ വ്യാഖ്യാനം. തേർഡ് തിങ് ഈസ് പ്രൊഫസി, പ്രവചനം. ഇത് വോക്കലാണ്, ശബ്ദമാണ്.
ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഹി വാസ് എ പ്രോഫറ്റ്. അതുകൊണ്ടാണ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പറഞ്ഞത്, ഇത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കിത്, ശബ്ദമിത്. ജോൺ ദി പ്രോഫറ്റ്, ഹി വാസ് എ വോയിസ്, ഒരു ശബ്ദമായിരുന്നു. ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഒരു സീസണിന്റെ പ്രോഫറ്റ് ആയിരുന്നു. വരാൻ പോകുന്ന ഒരു സീസണെ ഓപ്പൺ ആക്കി വിട്ടത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആണ്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ദൈവം അഭിഷേകം ചെയ്യുന്ന ഒരു കാലഘട്ടം തുറക്കാൻ പോവുകയാണ്. അവൻ ഇവിടെ ഉണ്ട്, ജോൺ ദി ബാപ്റ്റിസ്റ്റ്. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ റെവലേഷൻ ഗിഫ്റ്റിൽ എ വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്, ഈ 3 കാര്യങ്ങളുണ്ട്. പവർ ഗിഫ്റ്റിൽ ഫെയ്ത്ത്, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്, വർക്കിംഗ് ഓഫ് മിറക്കിൾസ്. വോക്കൽ ഗിഫ്റ്റിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടങ്സ് ആൻഡ് പ്രൊഫസി. ഈ 3 കാര്യങ്ങളുണ്ട്. എന്താണ് ഈ വേർഡ് ഓഫ് വിസ്ഡം? That is very important. Proverbs chapter 15 verse 2. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ വിസ്ഡം ദൈവത്തോട് ചോദിച്ച മനുഷ്യനാണ് സോളമൻ, ശലോമോൻ. ശലോമോന്റെ കാലഘട്ടത്തിൽ ശലോമോനെ പോലൊരാളില്ലായിരുന്നു. വേദപുസ്തകത്തിൽ ശലോമോനേക്കാൾ വലിയവൻ എന്ന് പറയപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ബട്ട് സോളമനിൽ ഒറ്റ ഗിഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. Only one gift, only one grace, that is wisdom. സോളമൻ ഹീലിംഗ് മിനിസ്റ്റർ അല്ലായിരുന്നു, പ്രൊഫറ്റ് അല്ലായിരുന്നു, പ്രീച്ചർ അല്ലായിരുന്നു. ബട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവം അവന് ജ്ഞാനം കൊടുത്തു. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. ഈ വിസ്ഡം ഉള്ള ആളുകളുടെ പ്രത്യേകത, അവന് വലിയ എഫേർട്ട് എടുക്കേണ്ടി വരികയില്ല. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചേ, സോളമൻ ചോദിച്ചത് സോളമന് കിട്ടി. നമുക്ക് ഇത് മാനുഷികമായി ഉണ്ടാക്കുന്ന ഒരു വിസ്ഡം അല്ല, മനുഷ്യനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിസ്ഡം അല്ല. This wisdom coming from the Holy Spirit. ഇത് ദൈവാത്മാവിനാൽ ലഭിക്കുന്ന ഒരു പരിജ്ഞാനമാണ്. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അതിനൊത്തിരി ശക്തി പ്രയോഗിക്കേണ്ടി വരും അതിന് മൂർച്ച ഉണ്ടാക്കാൻ. പക്ഷെ ജ്ഞാനമുള്ള ആളുകളുടെ പ്രത്യേകത, അവൻ അത്ര എഫേർട്ട് എടുക്കണ്ട. അത് ഈസി ആയിട്ട് അവൻ ആ കാര്യത്തിൽ സൊല്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നത്, നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അത് അവന് ലഭിക്കും. If you lack wisdom, let him ask of God that give to all men liberally. നിങ്ങൾ ഒരുത്തന് ആ വിസ്ഡം ലാക്ക് ചെയ്യുന്നെങ്കിൽ, ജ്ഞാനമില്ലെങ്കിൽ, അവനെ ചീത്ത പറയാതെ, അവനെ ഭത്സിക്കാതെ, ഇവൻ മണ്ടത്തരമേ കാണിക്കത്തുള്ളൂ, ഇവൻ പൊട്ടത്തരമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ ശപിക്കാതെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ വാ തുറന്നാൽ മണ്ടത്തരമേ പറയത്തുള്ളെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങളെ ഭത്സിക്കാതെ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇത് ഔദാര്യമായി നൽകുന്ന കർത്താവിനോട് ചോദിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം നിങ്ങളിൽ ഉണ്ടാകുവാനിടയാകും. ഇത് സോളമന്റെ മേളിൽ കിടന്ന വിസ്ഡം ഭയങ്കരമായിരുന്നു. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 3 വേർഡ് 16 ഓൺവേർഡ്സ്, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ, രാജാവ് എന്ന് പറയുന്നത് സോളമനാണ്, അടുക്കൽ വന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നുപോയത് കൊണ്ട് അവൻ മരിച്ചുപോയി.
അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അതിന് മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞെന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാള് രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പകുതി ഒരുത്തിക്കും പകുതി മറ്റവൾക്കും കൊടുക്കുവീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളു കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുക്കുവീൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം, the wisdom of God was in him to do judgment. The wisdom of God was in him. രണ്ട് സ്ത്രീകൾ വന്നു നിന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് സ്ത്രീകൾക്കും രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഓരോ കുഞ്ഞുങ്ങൾ വെച്ചുണ്ട്. ഒരു സ്ത്രീ രാത്രി കിടന്നുറങ്ങിയപ്പോൾ അറിയാതെ തിരിഞ്ഞ് കുഞ്ഞിൻ്റെ മേളിൽ കിടന്ന് കുഞ്ഞ് ശ്വാസം പൊട്ടി മരിച്ചു. മറ്റേ സ്ത്രീയുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. രാവിലെ ഈ സ്ത്രീയാണ് ആദ്യം എഴുന്നേറ്റത്. നോക്കിയപ്പോൾ ഇവളുടെ കുഞ്ഞ് മരിച്ചു, മറ്റേ കുഞ്ഞോടെ കിടക്കുക. അവൾ ഉടനെ ഈ മരിച്ച കുഞ്ഞിനെ അപ്പുറത്താക്കി, ജീവനുള്ള കുഞ്ഞിനെ ഇപ്പുറത്താക്കി. എന്നിട്ട് രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട്, രാജാവ് സോളമനാണ്. ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യജമാനനെ, ദേ ഇവളെൻ്റെ കൊച്ചിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇതെൻ്റെ കുഞ്ഞാണ്. അപ്പോൾ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, അല്ല, ഇതെൻ്റെ കുഞ്ഞാണ്, അവളുടെ കുഞ്ഞാണ് മരിച്ചത്, ഇതെൻ്റെ കുഞ്ഞാണ്. ഉടനെ മറ്റേ സ്ത്രീ പറഞ്ഞു, അല്ല, ഇവളുടെ കുഞ്ഞാണ് മരിച്ചത്, ഇതെൻ്റെ കുഞ്ഞാണ്. ശലോമോൻ പറഞ്ഞൊരു വാളിഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. സഡൻലി പെട്ടെന്ന് ആ പുള്ളിയുടെ വിസ്റ്റമോട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. രാജസന്നിധിയിൽ വാൾ കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ ഈ കുഞ്ഞിനെ മുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ തരാമെന്ന് പറഞ്ഞു. അപ്പം യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അങ്ങ് ഔക്ക് കൊടുത്തോ, എനിക്ക് വേണ്ട, ഔക്ക് കൊടുത്തോ എന്ന് പറഞ്ഞു. മറ്റവള് പറഞ്ഞു, എനിക്കും വേണ്ട നിനക്കും വേണ്ട, കൊന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് ആരുടെ കുഞ്ഞാന്ന്. ഈ നിലയിൽ ഓൺ ദി സ്പോട്ടിൽ സെക്കൻഡുകൾ കൊണ്ട് മൈൻഡിനകത്ത് വിസ്ഡം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളായിരുന്നു സോളമൻ. Wisdom. Thank you, Holy Spirit. ലൂക്കോസ് സുവിശേഷത്തിൽ 5-ാം അധ്യായത്തില് 10-ാം വാക്യത്തിൽ, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മീനും പത്രോസിന് കിട്ടിയില്ല. പക്ഷേ അന്ന് രാത്രിയിൽ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതെ നേരം പുലരുമ്പോൾ വല കഴുകുന്ന പത്രോസിന്റെ അരികിൽ യേശു വന്നിട്ട്, നിന്റെ പടക എനിക്ക് തരുമോ, അത് കരയിൽ നിന്ന് അല്പം നീക്കുമോ എന്ന് ആവശ്യപ്പെട്ടു. അവൻ അല്പം നീക്കി. യേശു പടകിൽ കയറി. യേശു ആഴത്തിലേക്ക് വല വീശാൻ പറഞ്ഞു. പീറ്റർ വല വീശി. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് നിൽക്കുകയാണ്. പത്രോസ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ ടൈമിൽ, ആ മൊമെന്റിൽ യേശു അവനോട് പറഞ്ഞു, ശിമോനെ, നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക. ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാകും. വിസ്ഡം സ്പോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ, ഒരു പ്രശ്നം നടക്കുമ്പോൾ, ഒരു പ്രോബ്ലം നടക്കുമ്പോൾ, എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ, എന്തോ ചെയ്യണമെന്നറിയാൻ മേലാതെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ, ഈ വിസ്ഡത്തിന്റെ ഗ്രേസ് ഉള്ള ഗിഫ്റ്റ് ഉള്ള ആള് എല്ലാവരും ആ പ്രോബ്ലത്തെ കാണുമ്പോൾ പുള്ളിയുടെ മൈൻഡിൽ അതിന്റെ സൊല്യൂഷൻ വരും. 100% അതിന്റെ സൊല്യൂഷൻ വരും.
അത് ദൈവത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. Hallelujah. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് ഉണ്ടാകട്ടെ. Amen. എന്താണ് രണ്ടാമതായി ഈ പരിജ്ഞാനത്തിന്റെ വചനം? അപ്പൊ വിസ്ഡം പ്രാർത്ഥിക്കണം. യാക്കോബ് പറയുന്നു വിസ്ഡം ചോദിക്കണം. തന്നുണ്ടാകുന്നതല്ല, തന്നെ സംഭവിക്കുന്നതല്ല, തന്നെ ലഭിക്കുന്നതല്ല. വിസ്ഡം ദൈവം നമുക്ക് തരുന്നതാണ്. Amen. അത് ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. Amen. Hallelujah. നോളജ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അറിവ്. ഉറപ്പാണോ? ഇതും പ്രൊഫറ്റിക്കുമായി റിലേറ്റഡ് ആട്ടോ. പ്രൊഫറ്റിക് മിനിസ്ട്രിയും വേർഡ് ഓഫ് നോളജും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ജ്ഞാനത്തിന്റെ വചനമെന്നാണ് മലയാളത്തിൽ, പരിജ്ഞാനത്തിന്റെ വചനമെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ എ വേർഡ് ഓഫ് നോളജ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 46-ാമത്തെ വാക്യത്തിൽ നഥനയേൽ ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന്. നഥനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഈ നഥനയേലിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു വെച്ച് പറയുന്നത് പോലെ യേശു പറയുകയാണ്. വേർഡ് ഓഫ് നോളജ്. ആമേൻ. അറിയാനുള്ള. യെസ്. ആമേൻ. ഹല്ലേലൂയ. ഒരാൾ നിന്റെ അടുത്ത് വരുമ്പോൾ അറിയാനുള്ള, അവനെ അറിയാനുള്ള. ആമേൻ. നീ സാക്ഷാൽ ഇസ്രായേലിൻ, ആമേൻ. നിന്നിൽ കപടമില്ല. അത് പ്രൊഫസി അല്ല. അവൻ ആരാണെന്ന് ഒരാൾ അവന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു വെച്ച് പറയുന്ന പോലെ പറയുകയാണ്. പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി 48-ാം വാക്യത്തിൽ നഥനയേൽ ചോദിക്കും, നീ എന്നെ എവിടെ വെച്ച് അറിയും? കണ്ടോ? ഹൗ ഡു യു നോ? നീ എന്നെ എങ്ങനെ അറിയും? ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. ശമരിയക്കാരി സ്ത്രീ. യേശു അവളോട് പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അവളെ അറിയുകയാണ്. അവൾ ആരാണെന്ന് ക്രിസ്തു അറിയുകയാണ്. അനന്യാസും സഫീറയും നിലം വിറ്റു. അതിന്റെ ടൈത്ത് കൃത്യമായി കൊണ്ടുവരാതെ വസ്തു വിറ്റതിൽ പകുതി മാറ്റിവെച്ചു. പക്ഷെ പീറ്ററിന്റെ അടുക്കൽ ഈ ടൈത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പീറ്റർ അത് ആത്മാവിൽ അറിയുകയാണ്. എത്ര രൂപയ്ക്കാണ് നീ വസ്തു വിറ്റത്? അവന്റെ സ്പിരിറ്റിൽ അവനിത് അറിയുകയാണ്. Lord, I need that gift more. The third thing is discernment. ആത്മാക്കളെ വിവേചിക്കാനുള്ള കൃപ. ഡിസൈൻമെന്റ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനമെല്ലാം കൂടി നിൽക്കുകയാണ്. അവിടെ യോഹന്നാൻ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇത്രയും പേരോടെ നിൽക്കുമ്പോൾ സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്യാം. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ജോൺ ദി ബാപ്റ്റിസ്റ്റ് യേശു ആരാണെന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ടോ? We see is the Lamb of God. Amen. Which taken away the sin of the world. വേറെ ആർക്കെങ്കിലും ഇതറിയോ? മോനെ, ആ സമയത്ത് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ സത്യം അറിയോ? പക്ഷെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് സ്പിരിറ്റ് ഡിസൈൻ ചെയ്യുക. ഷിമയോൻ, ലൂക്ക് ചാപ്റ്റർ 2, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ലെന്ന്
പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ച ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ദേവാലയത്തിൽ ഇരുന്ന മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമോ, ശലോമോന്റെ ആലയത്തിൽ, ഈ ടെമ്പിളിൽ 100 കണക്കിന് കുഞ്ഞുങ്ങളെയാണ് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവരുന്നത്. അത് 1 വയസ്സിന് താഴെയുള്ള ആമ്പിള്ളേരെ കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷെ കൃത്യമായി യേശു ആ ദേവാലയത്തിൽ വന്നതിന്റെ അന്ന്, യേശുവിനെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നതിന്റെ അന്ന്, കൃത്യമായി ശിമയോൻ ഒരാളിനോട് പോലും ചോദിക്കുന്നില്ല ഇതിനകത്ത് മിശിഹ ആരാണ്, യേശു ആരാണ്, ഇസ്രായേലിന്റെ വെളിച്ചമാകാൻ പോകുന്നവൻ ആരാണ്, ലോകത്തിന്റെ രക്ഷിതാവ് ഈ കുട്ടിയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ച ഒരു മനുഷ്യനോടും ശിമയോൻ ചോദിക്കുന്നില്ല. അവൻ ആത്മനിയോഗത്തിൽ കൃത്യമായി മറിയത്തിന്റെ അടുക്കൽ ചെന്ന് കുഞ്ഞിനെ ചോദിച്ചു. സെൻസ് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. ഇത്രയും കൊച്ചുങ്ങളിൽ ക്രിസ്തു ആരാണെന്ന് ആ സ്പിരിറ്റിനെ ശിമയോൻ ഡിസൈൻ ചെയ്യുകയാണ്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഊമനായ, സംസാരിക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാൻ മേലാത്ത ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോ കൊച്ചിന്റെ പ്രശ്നം എന്താണ് കുട്ടിയുടെ പ്രശ്നം? സംസാരിക്കില്ല. എന്താണ് കുട്ടിയുടെ പ്രശ്നം? ചെവി കേൾക്കില്ല, സംസാരിക്കില്ല. അപ്പൊ യേശുവിന്റെ അടുക്കൽ ഈ മകനെ കൊണ്ടുവരുമ്പോൾ യേശു ആ കുഞ്ഞിനെ ഒന്ന് നോക്കുകയാണ്. നോക്കിയപ്പോൾ അവന്റെ അകത്തുള്ള സ്പിരിറ്റിനെ യേശു ഡിസൈൻ ചെയ്തു. യേശുവിന് മനസ്സിലായി ഇതിന്റെ പിറകിൽ ഒരു ആത്മാവാണ്. ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ. ജീസസ് ഡിസൈൻ ദാറ്റ് സ്പിരിറ്റ്. എല്ലാവരും നോക്കുമ്പോൾ ചെവി കേൾക്കാത്തവനാണ്, എല്ലാവരും നോക്കുമ്പോൾ സംസാരിക്കാത്തവനാണ്. പക്ഷേ യേശു നോക്കുമ്പോൾ അവന്റെ ചെവി അടച്ചു വെച്ചേക്കുന്ന, അവന്റെ നാവിനെ കെട്ടിയിരിക്കുന്ന ഒരു സ്പിരിറ്റിനെ യേശു കാണുകയാണ്. ഡിസൈൻമെന്റ്, സ്പിരിറ്റ് ഡിസൈൻമെന്റ്. കൂനയായ സ്ത്രീ, എല്ലാരും നോക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന കൂനയായ സ്ത്രീ ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. അവളുടെ പ്രശ്നം എന്താണ്? ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. പക്ഷേ യേശു കർത്താവ് പറയുന്നു, അബ്രഹാമിന്റെ മകളായ ഇവളെ സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. യേശു നോക്കുമ്പോൾ അത് ഡിസ്കിന്റെ കംപ്ലൈന്റ് അല്ല. യേശു നോക്കുമ്പോൾ അവളെ പിശാച് കെട്ടിയിരിക്കുകയാണ്. കണ്ടോ, ആ സ്പിരിറ്റിനെ, ആത്മാവിനെ കർത്താവ് ഡിസൈൻ ചെയ്യുന്നുണ്ടോ? ആക്സെപ്റ്റ് 16-18. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞ യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങൾ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെ പിന്നാലെയും വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. നോക്കിയേ, ആ വേർഡ് കണ്ടോ? പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി. ആദ്യം പൗലോസ് അവരെ കാണുമ്പം പൗലോസ് അത് സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്യാനല്ല നോക്കിയത്. പൗലോസിനോടും ശീലാസിനോടും അവൾ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് അവൾ സംസാരിച്ചപ്പോൾ, ആ ശബ്ദം, ആ ഫേസ്, പൗലോസിന് എന്തോ ഒരു വല്ലായ്മ തോന്നി. ആത്മാവിൽ പൗലോസ് ആ വ്യക്തിയെ നോക്കിയപ്പോൾ ആ സ്പിരിറ്റിനെ കണ്ടു. അവളുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ആ ശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. അപ്പോസ്തല പ്രവൃത്തി 14:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷനിരുന്നു. പൗലോസ് സംസാരിക്കുന്ന കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി.
സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടു. ഒരുത്തൻ്റെ വിശ്വാസം എങ്ങനെ കാണാൻ പറ്റുന്നേ? വിശ്വാസത്തെ ഒരുത്തനിൽ ഫെയ്ത്ത് ഉണ്ടോ എന്ന് നമ്മൾ ഇൻ സ്പിരിറ്റിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. അവനിൽ വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, അവനിൽ ഫെയ്ത്ത് ഉണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ, ദ സ്പിരിറ്റ് ഡിസൈൻമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ സെക്കൻഡ് കാറ്റഗറി വോക്കൽ ഗിഫ്റ്റിലോട്ട് വരികയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വോക്കൽ ഗിഫ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊഫറ്റിക്. ഹൗ മെനി പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ഹിയർ ദ പ്രൊഫറ്റിക്? വോക്കൽ ഗിഫ്റ്റിൽ different kinds of tongues, interpretation of tongues and prophetic. അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. വേദപുസ്തകത്തിൽ ഇത് രണ്ടും രണ്ട് ഗിഫ്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. രണ്ടും രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടങ്സിൽ പ്രാർത്ഥിക്കുന്നു, അത് ദൈവത്തോടാണ് സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ല. ആത്മാവിൽ അവൻ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. എന്നാൽ ടങ്സിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര പേർക്ക് ഡ്രീംസ് ഉണ്ട്? ഡ്രീം ആൻഡ് വിഷൻ ആർ ദ ലാംഗ്വേജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എസ്പെഷ്യലി ഡ്രീംസ് ആർ ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ഡ്രീംസ്, സ്വപ്നങ്ങൾ ദൈവത്തിന്റെ ഭാഷയാണ്. സ്വപ്നങ്ങൾ ദൈവത്തിന്റെ ഇടപെടിയിലാണ്. ഹല്ലേലൂയ. ഈ ഡ്രീംസ് ഉള്ളവരിൽ പെട്ടെന്ന് പ്രൊഫറ്റിക് ഗ്രേസ് ഇമ്പാർട്ട് ആവും. സ്വപ്നങ്ങൾ ദൈവത്തിന്റെ ഭാഷയാണ്, ദൈവത്തിന്റെ ഇടപെടിയിലാണ്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം നോക്കി. എന്റെ വചനങ്ങളെ കേൾപ്പീൻ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഇഫ് there is a prophet among you, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ, the Lord will make myself known unto him in a vision and will speak into him in a dream. The prophetic and dream is really connected. Because the dream is very matured. സ്വപ്നം, ഡ്രീംസ് വളരെ മെച്ചുവേർഡ് ആയ ഒന്നാണ്. അന്ത്യകാലത്തെ റിവൈവലിൽ, ഉണർവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യോവേലിന്റെ പ്രവചന പുസ്തകം 2:28 പറയുന്നുണ്ട്. Pour out my spirit upon all flesh and your sons and your daughters shall prophesy. അന്ത്യകാലത്തിന് ശേഷമോ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your daughter and son shall prophesy. Amen. Your old men shall dream dreams. Amen. And another category, your young man shall see vision. ഇത് 3 സ്പിരിച്വൽ തലങ്ങളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പുത്രന്മാർ പുത്രിമാർ, സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. ബിക്കോസ് ഈ പുത്രന്മാർ പുത്രിമാർ എന്ന് പറയുന്നത് വൃദ്ധന്മാരെ പോലെ മെച്ചുവേർഡ് അല്ല, അല്ലെങ്കിൽ യങ് ആളിനെ പോലെ മെച്ചുവേർഡ് അല്ല. പുത്രന്മാരും പുത്രിമാരും എന്ന് പറയുമ്പോൾ അത് പ്രൊഫറ്റിക്കിനെയാണ് കാണിക്കുന്നത്. ഈ പ്രൊഫറ്റിക് പ്രവചനം കംപ്ലീറ്റഡ് അല്ല. ഈ പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരാളോടൊരു ദൂത് പ്രവചനം പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വിഷൻ അങ്ങനെയല്ല. വിഷനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ യൗവനക്കാർ, അപ്പൊ പുത്രന്മാരെക്കാളും പുത്രിമാരെക്കാളും കുറച്ചുകൂടെ മെച്ചുവേർഡ് ആണ് യൗവനക്കാരൻ. വിഷൻ ഈസ് വെരി മെച്ചുവേർഡ്. ബട്ട് സ്വപ്നം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ്.
സ്വപ്നത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഏറ്റവും മെച്വേർഡ്, ഏറ്റവും പക്വതയുള്ളത്, ഏറ്റവും മെച്വേർഡ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ ഡ്രീമാണ്. പ്രൊഫറ്റിക് പുത്രനും പുത്രിയുമാണ്. വിഷൻ യങ്സ്റ്റേഴ്സ് ആണ്. ഡ്രീം അഡൽട്ട് അഥവാ വൃദ്ധന്മാർ, വൃദ്ധമാരാണ്. സീനിയർ സിറ്റിസൺ ആണ്. സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. വിഷൻ വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ല. പ്രൊഫറ്റിക് നമുക്ക് മനസ്സിലാക്കാം. ഒരാളൊരു പ്രവചനം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അത് പൂർണ്ണമല്ല. ഏതോ ഒരു ഭാഗമാണ് നിങ്ങളോട് പറഞ്ഞത്. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്. ആദ്യകാലത്ത് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ പ്രവചിച്ചു. നോട്ട് കംപ്ലീറ്റ്. ബട്ട് വിഷൻ കുറച്ചുകൂടെ മെച്യൂർഡ് ആണ്. ഡ്രീം ഈസ് അമേസിംഗ്. ഡ്രീം ദൈവത്തിന്റെ ലാംഗ്വേജ് ആണ്. ദൈവം ഇടപെട്ടതെല്ലാം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, സംഖ്യാപുസ്തകം 12:6 ഞാൻ അവനോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 28:15 ശമൂൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്തെന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ, സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല. ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. രണ്ട് രീതിയിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. എങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയും? പ്രവാചകന്മാരെ കൊണ്ട്, സ്വപ്നം കൊണ്ട്. പ്രവാചകന്മാരിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ഈ ഡ്രീം പ്രൊഫറ്റിക് ആക്കാൻ കഴിയും. നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ദൈവത്തിന്റെ ലാംഗ്വേജ് ആണ്. യോബിന്റെ പുസ്തകം 33 എടുത്തേ. 33 14, 15, 16, 17 വാക്യം ഇമ്പോർട്ടന്റ് ആണ്. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് എന്ത് ചെയ്യുന്നില്ല, കൂട്ടാക്കുന്നില്ല. 15 വാക്യം, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ. അപ്പം സ്വപ്നത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? 14 വാക്യം നോക്കി. സ്വപ്നത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം എന്നോട് അരുളി ചെയ്യുന്നു. 15 വാക്യമാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ. ഹല്ലേലൂയ. വേർഡ് 16, അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. ആ സമയത്ത് മനുഷ്യന്റെ ചെവി അവൻ തുറക്കുന്നു. അവരോടുള്ള പ്രബോധനത്തിന് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ അവന്റെ ഗർഭത്തിൽ നിന്ന് രക്ഷിക്കാനും. നോക്കിയേ, നിങ്ങളെ ജലത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഡ്രീമിലൂടെ വരും. പത്രോസ് അപ്പോസ്തലൻ ബൈബിൾ പറയുന്നു അവന് വിശന്നു. അപ്പോൾ വിശന്ന സമയത്ത് പീറ്റർ ഫാസ്റ്റിങ്ങിലായിരുന്നു. വിശന്ന സമയത്ത് പീറ്റർ പറഞ്ഞു എനിക്ക് കഴിക്കാൻ, പത്രോസ് പറഞ്ഞു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. അവർ അവന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവനൊരു വിവശത വന്നു. ആ ഉറക്കത്തിലാണ്, പീറ്ററിന്റെ ആ ഉറക്കത്തിലാണ് ചരിത്രത്തെ തിരുത്തുന്ന ഒരു ഡ്രീം പീറ്ററിനുണ്ടാകുന്നത്. അനർത്ഥങ്ങളിൽ നിന്ന് ദൈവ സ്വപ്നങ്ങൾ തന്നു വിടുവിക്കും. സ്വപ്നങ്ങളിലൂടെ ഇമ്പാർട്ടേഷനുകൾ സംഭവിക്കും. സ്വപ്നങ്ങളിലൂടെ ദൈവം കൈമാറും. ലിസൺ ടു മീ. യേശു പറഞ്ഞു രാത്രിയിൽ ഉറങ്ങുമ്പോൾ പിശാച് വന്ന് കളവിതയ്ക്കും.
ഡിമോണിക് റിലത്തിന്, പൈശാചിക മേഖലകൾക്ക് നിന്റെ കിടക്ക നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ഉറക്കത്തിൽ, നിന്റെ ഡ്രീമിൽ ഡീമൺസ് വന്ന് ചിലത് ഡിപ്പോസിറ്റ് ചെയ്യരുത്. ഏഞ്ചൽസ് വന്ന് ചിലത് ഡിപ്പോസിറ്റ് ചെയ്യണം. Your unconscious mind is important. കാരണം കോൺഷ്യസ് റിലത്തിൽ പലപ്പോഴും ജഡത്തിൽ ദൈവത്തെ കാണാനും ജഡത്തിൽ ദൈവത്തെ അനുഭവിക്കാനും കഴിയത്തില്ല. ഡ്രീമിലൂടെ ദൈവം രക്ഷിക്കുമോ? മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 20-25. ജോസഫ്, ഈ യേശുവിന്റെ വളർത്തപ്പനായ ജോസഫ് ഡ്രീമർ ആയിരുന്നു കേട്ടോ. പഴയ നിയമത്തിലെ ജോസഫ് മാത്രമല്ല, ജോസഫ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ജോസഫ് കണ്ട ഡ്രീമാണ് ജോസഫിന്റെ ചരിത്രത്തെ തിരിച്ചത്. യാക്കോബ് സകലതും തകർന്ന് കല്ലിന്റെ മേൽ തലയണയായി വെച്ച് കിടക്കുമ്പോൾ സ്വപ്നത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി കണ്ടു. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കണ്ടത് ഡ്രീമിലാണ്. ആ ഡ്രീം അവന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു, അവന്റെ ഹിസ്റ്ററിയെ മാറ്റിമറിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. Angels will appear in dream. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇത് ജോസഫ് എങ്ങനെ ഇത് കാണുന്നേ? സ്വപ്നത്തിൽ അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. ജോസഫിന് യേശുവിന്റെ പേര് അല്ലെങ്കിൽ യേശു എന്ന പേരിടണമെന്ന് ജോസഫിന് ഇത് കിട്ടുന്നത് ജോസഫ് ഉണർന്നിരിക്കുമ്പോഴല്ല, ഡ്രീമിലാ. ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസഫ് ഉറക്കം ഉണർന്നു. അപ്പൊ ഇത്രയും സാധനം എപ്പോഴാ കിട്ടിയേ? By dream. പേര് യേശു എന്ന പേരുൾപ്പെടെ വെളിപ്പെട്ടു വന്നത് ഡ്രീമിലാണ്. Dream are the language of God. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവന് യേശു എന്ന പേര് വിളിച്ചു. വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജോസഫിനോട് മറിയെ ഉപേക്ഷിക്കരുതെന്നും യേശു ഇമ്മാനുവേലാണെന്നും ദൈവമാണെന്നും അവൻ യേശു എന്ന പേർ വിളിക്കണമെന്നും ഇത് മുഴുവൻ ജോസഫിന് കിട്ടുന്നത് ഈ ആട്ടിടയന്മാര് രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണെന്നറിയോ പാസ്റ്റർ? മത്തായി 2:12 ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഇനി അങ്ങോട്ട് ഹെരോദാവിന്റെ അടുത്തോട്ട് പോകരുതെന്ന് ആട്ടിടയന്മാരെയോട് ദൈവം ഇടപെട്ടത് എന്തിലാ? ഡ്രീം. മത്തായി 2:13-14. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടത്. ഹെരോദാവ് കൊട്ടാരത്തിൽ പ്ലാൻ ചെയ്ത സാധനം ജോസഫിന് ഡ്രീമിൽ കിട്ടി. ഡ്രീം the language of God. മനുഷ്യൻ അത് കൂട്ടാക്കാതിരിക്കല്ല. ദൈവം നിന്നോട് സ്വപ്നത്തിലൂടെ അരുളി ചെയ്യുന്നു. അവൻ നിന്റെ സ്പിരിച്വൽ ഇയേഴ്സിനെ അവൻ ഉറക്കത്തിൽ തുറക്കുന്നു. Thank you, Holy Spirit. ഒരിക്കലും ദൈവം തരുന്ന സ്വപ്നങ്ങളെ അവഗണിക്കുക. ദൈവം ഫറവോനോട് ഇടപെട്ടത് സ്വപ്നത്തിലാണ്. ദൈവം ജോസഫിനോട് ഇടപെട്ടത് സ്വപ്നത്തിലാണ്. Thank you, Jesus. Thank you, Jesus. 1 Corinthians chapter 14 verse 3 please. പ്രവചിക്കുന്നവനോ ആത്മിക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്യും. പക്ഷെ ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് സ്നേഹത്തോടെ ആയിരിക്കും. ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല. പ്രവചിക്കുന്നവനോ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവർ സഭയ്ക്ക് ആത്മിക വർധന വരുത്തുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പ്രവചിക്കണം.
അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധം. എല്ലാവരും പ്രവചിക്കണമെന്നാ ബൈബിൾ പറയുന്നത്. Amen. Yes. But all prophesy. നിങ്ങളുടെ വീടിന്റെ പ്രവാചകനായി, പ്രവാചകിയായി, നിങ്ങളുടെ ദേശത്തിന്റെ പ്രവാചകനായി, പ്രവാചകിയായി അനേകരോട്, അനേകരുടെ വിശ്വാസ വർധനവിനും, അനേകരുടെ ആശ്വാസത്തിനും, അനേകരുടെ പ്രബോധനത്തിനും, അനേകരുടെ വിടുതലിനുമായി വ്യക്തികളെയും അവരുടെ അധരങ്ങളെ, അവരുടെ തലമുറകളെ, അവരുടെ കുടുംബങ്ങളെ ദൈവം ഉപയോഗിക്കണേ. Prophetic gift is important, related to dreams. Thank you, Holy Spirit. Thank you, Jesus. It's a vocal gift. Amen. It's a vocal gift. നിങ്ങളുടെ കണ്ണുകൾ വിവേചിക്കുന്ന കണ്ണുകളാകട്ടെ. Yes. നിങ്ങൾക്ക് വിഷൻസ് ഉണ്ടാകട്ടെ. Amen. ഡ്രീമുകൾ ഉണ്ടാകട്ടെ. Yes. രാത്രിയിൽ നിങ്ങളുടെ കാതുകളെ ദൈവം തുറക്കട്ടെ. Yes. എന്റെ ദൈവം ഇന്നും സംസാരിക്കുന്നവനാണ്. ദൈവത്തിന് ഒരുത്തനെ രക്ഷിക്കാൻ ദൈവം സ്വപ്നത്തിലൂടെ വരും. ദൈവത്തിന് ഒരുത്തനെ രക്ഷിക്കാൻ അവൻ വചനത്തിലൂടെ വരും. ദൈവത്തിന് ഒരുത്തനെ രക്ഷിക്കാൻ അവൻ പാട്ടുകളിലൂടെ വരും. ദൈവത്തിന് ഒരുത്തനെ രക്ഷിക്കാൻ അവൻ ട്രാക്റ്റുകൾ, ലഘുലേഖകളിലൂടെ വരും. ദൈവത്തിന് ഒരുത്തനെ രക്ഷിക്കാൻ അവൻ ഏത് വഴിയും സ്വീകരിക്കും. ഞാൻ നിൽക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡിലാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ദൈവത്തെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഇതിന് പരിധി വെക്കരുത്, ഇതിന് നിങ്ങൾ പരിമിതി വെക്കരുത്. നിങ്ങൾ